എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ആട്ടോ, അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ കുർബാനയ്ക്കായിട്ട് പോകണം. അപ്പോൾ സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗത്തിൽ തന്നെ ഇറങ്ങണം. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. രാവിലെ തന്നെ മാവ് പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാട്ടോ. ആ സൂര്യപ്രകാശമൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ മാവ് പൂത്ത് നിൽക്കുന്നത് കൂടെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. പക്ഷെ ഞങ്ങൾക്കൂടെ കുരങ്ങന്മാരുടെ ഭയങ്കര ശല്യമുള്ളത് കൊണ്ട് അറിയില്ല എത്രത്തോളം നമുക്ക് ഈ വർഷം മാങ്ങയൊക്കെ കിട്ടും എന്നുള്ളത്. എന്തായാലും ഞങ്ങളുടെ ക്വാർട്ടേഴ്സിലുള്ള എല്ലാ മാവുകളും ഈ വർഷം നല്ല പൂത്ത് നിൽപ്പുണ്ട്. ഞങ്ങൾക്കിപ്പോൾ കാലാവസ്ഥയൊക്കെ നല്ല കാലാവസ്ഥയായിട്ടോ. തണുപ്പൊക്കെ കംപ്ലീറ്റ്ലി മാറി. ഇപ്പോൾ തണുപ്പൊന്നുമില്ല, പയ്യെ ആ ചൂടിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഇപ്പം ഞങ്ങൾക്ക് രാവിലത്തെ കുർബാന 8 മണിക്കാട്ടോ. അപ്പോൾ 8 മണിയുടെ കുർബാനയ്ക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോഴേക്കും ഇതാ നല്ല ക്ലിയറായി, സൂര്യനെ കുതിച്ച് നല്ല തെളിച്ചവും പ്രകാശമൊക്കെ ആയിട്ടുണ്ട്. പണ്ട് നമ്മൾ പോകുമ്പോൾ വിൻ്റർ സീസണിലൊക്കെ ആകുമ്പോൾ നല്ല മഞ്ഞും അതുപോലെ ക്ലൗഡി ആയിട്ടൊക്കെയാണ് ഇരിക്കാറ്. ഇപ്പോൾ അതൊക്കെ മാറിയിട്ടോ. അപ്പോൾ ഞങ്ങളിനി കുർബാനയ്ക്ക് പോട്ടെ, പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പം ഞങ്ങൾ അങ്ങനെ കുർബാനയ്ക്കൊക്കെ പോയി തിരിച്ചതാ വീട്ടിലെത്തിയിട്ടോ. അപ്പം ഞാനും ചേട്ടനും എത്തിയിട്ടുള്ളൂ. 5 കാറ്റക്കിസ് ഉള്ളത് കൊണ്ട് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ ഞാൻ എന്താ കിച്ചണിലേക്ക് കടന്ന് ഇനി ലഞ്ചിനുള്ള ഓരോ പ്രിപ്പറേഷൻസ് ആരംഭിക്കുക കേട്ടോ. കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റുകൾക്ക് ബ്രെഡായിരുന്നു. അപ്പോൾ ബ്രെഡ് കൊണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ ആ ജോലി കഴിഞ്ഞു. 2 ദിവസം മുമ്പ് വാങ്ങിച്ച തൈരിൻ്റെ പാക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അത് ഞാനൊരു ബോക്സിലാക്കി എടുത്ത് വെക്കണം. നമുക്ക് യൂസ് ചെയ്യേണ്ട സമയത്ത് എടുക്കാനുള്ള എളുപ്പത്തിന് ഞാൻ ബോക്സിലാക്കി വെക്കുന്നത് കേട്ടോ. പാക്കറ്റ് പൊട്ടിച്ചൊക്കെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്ന് ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ രാവിലത്തെ കുറച്ച് പ്ലേറ്റ്സുകളൊക്കെ കിടപ്പുണ്ട് വാഷ് ചെയ്യാനൊക്കെ ആയിട്ട്. ചായ ഉണ്ടാക്കിയതും പിന്നെ കപ്പുകളും പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതൊക്കെ. അപ്പോൾ ആ ബോക്സ് കാര്യങ്ങളെല്ലാം പ്ലേറ്റുകളെല്ലാം ഞാൻ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഉച്ചക്കാലത്തെ ജോലികൾ ആരംഭിക്കാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ എൻ്റെ പ്ലേറ്റ്സ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇന്ന് ഉച്ചക്കാലത്തേക്ക് ഞാൻ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ കറി എന്ന് പറയുന്നത് വെണ്ടയ്ക്ക കറിയാണ്. നിങ്ങൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതൊരു സ്പെഷ്യൽ വേയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു സ്പെഷ്യൽ ഐറ്റം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കറി നല്ല സൂപ്പർ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ കറി ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ ഓർത്തു ഫിഷ് ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഫ്രൈ ചെയ്യാനായിട്ട് വേഗം അടുപ്പത്ത് വെക്കണമെങ്കിൽ നമ്മൾ കറി ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ജോലിയും കൂടെ കഴിയും. അപ്പോൾ അങ്ങനെ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് പാനിലേക്ക് ഓയിലൊക്കെ വെച്ച് ഓയിൽ ചൂടായപ്പോൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കിനി വെണ്ടക്കായൊക്കെ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ തേങ്ങ അരച്ചോ അല്ലെങ്കിൽ തേങ്ങ പാല് പിഴിഞ്ഞൊന്നും വെക്കുന്നൊരു കറിയല്ല കേട്ടോ. തേങ്ങയൊന്നും വേണ്ട ഇതിന്. നമുക്ക് തേങ്ങയൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ കറിയാണ്. ചോറിനും ചപ്പാത്തിക്കൊക്കെ പറ്റിയ കറിയാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ അങ്ങനെ പാനിലേക്ക് ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള പീസുകളെല്ലാം വെച്ചതിന് ശേഷം അരി കഴുകിയെടുക്കണം കേട്ടോ. ഉച്ചക്കലത്തേക്ക് ചോറിന് വേണ്ട അരി. അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കുന്നത് UP അരി കൊണ്ട് തന്നെയുള്ള ചോറാണ്. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് ജസ്റ്റ് ഡബിൾ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വേണ്ട ഉപ്പും ഇത്തിരി ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ചോറായിട്ട് നമുക്ക് ഒറ്റ വിസിലുമ്പോൾ തന്നെ നമുക്ക് കുക്കായി കിട്ടും. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടുത്തെ റൈസ് ആട്ടോ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ അരിയൊക്കെ കഴുകി കുക്കറിലിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പും ഓയിലും ഒക്കെ ചേർത്ത് ഞാൻ കുക്കർ അടച്ച് അടുപ്പത്ത് വെക്കണം കേട്ടോ. അടുത്ത എൻ്റെ ജോലി എന്ന് പറയുന്നത് വെണ്ടക്കായ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ വെണ്ടക്കായ ഞാൻ ഒരു ഇത്രയും നീളത്തിലാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് കറി വയ്ക്കാനായിട്ട്. അപ്പോൾ അധികം നീളം കുറയ്ക്കുന്നില്ല, എങ്കിലും ഫുള്ളായിട്ട് ഇടാതെ ചെറുതൊക്കെ ആണെങ്കിൽ മാത്രം ഫുള്ളായിട്ട് ഇടുന്നുള്ളൂ. അല്ലെങ്കിൽ 2 പീസെങ്കിലും ആക്കി കട്ട് ചെയ്ത് ഞാൻ എടുക്കണം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 2 സബോള വേണം. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്തിരി വെളുത്തുള്ളി അതെല്ലാം വേണം. അപ്പം ഞാൻ അതും കൂടെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുത്തു കേട്ടോ. അതുപോലെ 2-3 പച്ചമുളക് ഇതെല്ലാം നമുക്ക് വേണം കേട്ടോ ഈ കറി ഉണ്ടാക്കാനായിട്ട്. ചേട്ടൻ ഈ സമയത്ത് മാർക്കറ്റിൽ പോയേക്കായിരുന്നു കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ചേട്ടൻ എത്തിയിട്ടുണ്ട് മാർക്കറ്റിൽ നിന്ന്. എടുത്തോ? കടയിൽ പോയി വന്നുള്ളൂ ചേട്ടൻ. ഇന്ന് എന്തെന്നാ സ്പെഷ്യൽ വല്ലതും വാങ്ങിച്ചിട്ടുണ്ടോ? ഉള്ളിയോ? സബോള. പിന്നെയോ? സബോള ഉണ്ട്, തക്കാളി ഉണ്ട്, പിന്നെ 5 പറഞ്ഞോട്ട് സാധനം വാങ്ങിച്ചിട്ടുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. 5 ഭയങ്കര ഹാപ്പി ആയിരിക്കും. എന്നാൽ 5 ഇപ്പോൾ ഇവിടെ കിടക്കാണ്. കാറ്റക്കിസൊക്കെ കഴിഞ്ഞ് വന്ന് മടുത്ത് കിടക്കാണ്. ഓറഞ്ച് എന്തായാലും നല്ല അടിപൊളി സമ്മറിൽ ഞങ്ങളുടെ ഫ്രൂട്ടാണ്. ടേസ്റ്റി ഫ്രൂട്ട്. നല്ല മധുരമുള്ള ഓറഞ്ച് കേട്ടോ ഇപ്പോൾ കിട്ടുന്നതും.
കളർ ഇങ്ങനെ പച്ചയ്ക്കാണെങ്കിൽ നല്ല ഞാൻ പൊളിച്ചു നോക്കി, പച്ചയ്ക്ക് നല്ല മധുരം. അപ്പൊ ഞാൻ പച്ച കൂട്ടി അങ്ങോട്ട് മേടിച്ചു. പച്ച മഞ്ഞക്ക് എല്ലാം ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ഐറ്റംസുകളെല്ലാം എനിക്ക് എടുത്ത് റെഡിയാക്കി പാക്ക് ചെയ്ത് 100 രൂപ 2 കിലോ. ആ നമ്മൾ കഴിഞ്ഞ ദിവസം എന്നോ മാർക്കറ്റിൽ പോയപ്പോൾ 50 രൂപയായിരുന്നു കിലോ. എന്തായാലും ഞാൻ ഓറഞ്ചൊക്കെ ആദ്യം തന്നെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് വെച്ചേക്കാന്ന് വെച്ചു, ഒരു ബൗളിലേക്ക്. ചിലതൊക്കെ മഞ്ഞ, ചിലതൊക്കെ പച്ച, എല്ലാം മിക്സ് ചെയ്താ മേടിച്ചേ. ആണോ? പക്ഷെ അവര് പറയുന്നത് പച്ചക്കാ നല്ലത്. എനിക്ക് ഓർമ്മ തന്നു, പൊളിച്ചോർന്ന് തീറ്റിച്ചു തന്നെ. ഇപ്പൊ തരുന്നതിനൊക്കെ പച്ചയ്ക്ക് മധുരമുണ്ട്, പക്ഷെ ചിലപ്പോഴൊക്കെ പച്ചയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പുളി രസമൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി ഇതുണ്ടാവും, മധുരം ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മുടെ ഓറഞ്ച് ഇവിടെ ഞാൻ അൺബോക്സ് ചെയ്തു. ടേബിൾ മേലേക്ക് വെച്ചത് 5 മണിക്ക് വന്നിട്ടുണ്ട്. 5 കാറ്റഗീസൊക്കെ കഴിഞ്ഞ് വന്ന് ടയേർഡായി കിടക്കായിരുന്നു കേട്ടോ. ഇപ്പൊ പപ്പ പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ 5 ചാടി കഴിഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ ഫിഷ് ഇതാപ്പോഴേക്കും ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മറിച്ചിടാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണ്ടായിരുന്നു കേട്ടോ. മീനിന്റെ പേരെന്തെന്ന് ആവോലി അല്ലേ? ആവോലിന്നല്ല, നമ്മുടെ നാട്ടിലത്തെ വരാലില്ലേ, വരാല്. അതിവിടെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ മേടിക്കാറുണ്ട്. വലുത് കിട്ടുമ്പോൾ മേടിക്കും. 300 രൂപ കിലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ. ഒരെണ്ണം വറുത്ത പീസ് നന്നായി വറുത്ത് കിട്ടി. അപ്പോൾ ഞാൻ അതിനെ മാറ്റിയത് ഉണ്ടാവും, നല്ലപോലെ വറുത്ത്. അപ്പോൾ ഇന്നതാ ചേട്ടൻ കടയിലൊക്കെ പോയി വന്നപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ബട്ടർ പനീറാണ്. 5 പറഞ്ഞു വിട്ടിട്ട് സ്പെഷ്യൽ ഐറ്റം വാങ്ങിച്ചുകൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതെന്താണ്? ചില്ലി പൊട്ടറ്റോ. ഞങ്ങൾ ഇതിനിടയ്ക്ക് ഒരു ദിവസം ഹോട്ടലിൽ പോയപ്പോൾ കഴിച്ചായിരുന്നു. അന്ന് കഴിച്ചപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് എന്തായാലും തുറന്ന് കാണാം, അൺബോക്സ് ചെയ്യാം. അഞ്ജലി ആകാംക്ഷയോട് കൂടി നോക്കി നിൽക്കുകയാണ്. പാക്കിംഗ് ഒക്കെ കൊള്ളാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് നോക്കട്ടെ. ഓ സൂപ്പർ. കാണുമ്പോൾ തന്നെ അങ്ങനെ വളരെ ടേസ്റ്റ് തോന്നുന്ന ഒരു രീതിയിലാണ് അവർ പാക്ക് ചെയ്തേക്കണേ. എന്താ പറയുക, കാശ്മീരി മിർച്ചയൊക്കെ ഇട്ടിട്ട് നല്ല റെഡ് കളറിൽ അല്ലേ അഞ്ചു? ഓ അടിപൊളി, സൂപ്പർ. 5 ചോറിനും അതെ, ഇന്ന് 5 കറി അനുസരിച്ച് അഞ്ചിക്ക് ചോറിന്റെ ആവശ്യം. എനിക്ക് പരിപ്പൊക്കെ ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ എനിക്ക് വിശക്കണില്ലേ മമ്മി, എനിക്ക് ചോറ് വേണ്ട. നിങ്ങളുടെയൊക്കെ വീടുകളിലുണ്ടോ അങ്ങനെ എല്ലാ കൊച്ചുകളും പരിപ്പൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ ഇന്നെനിക്ക് ഒട്ടും വിശപ്പില്ലേ മമ്മി, എനിക്ക് ചോറ് വേണ്ട. അഞ്ചു ഇന്ന് അഞ്ചിന് നല്ല വിശപ്പാണ്, കാരണം അഞ്ചിന്റെ ഇഷ്ടപ്പെട്ട 2 ഐറ്റമാണ്. ഇതെന്താന്ന് പറഞ്ഞില്ലല്ലോ, ചില്ലി പൊട്ടറ്റോ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ചില്ലി പൊട്ടറ്റോ. സൂപ്പർ അല്ലേ? പക്ഷെ ഭയങ്കര ചൂടാണ്. ഇപ്പൊ എൻ്റെ കൈ പൊള്ളാണ്. നമുക്ക് ചോറ് എടുക്കുമ്പോൾ ഇതെടുക്കാം. അതുകൊണ്ട് എനിക്കിന്ന് എന്തായാലും ഒരു ഗുണം കിട്ടി. ഇപ്പൊ വെണ്ടക്കായ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്താ അവിടെ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞു വെച്ചതായിരുന്നു കേട്ടോ. ഇതും വെണ്ടക്കായൊക്കെ കട്ട് ചെയ്ത് വെച്ചതാ. അപ്പൊ ഇനി നമ്മുടെ വെണ്ടക്കായ കറി ഞാൻ ഇനി വൈകുന്നേരം വെക്കുന്നുള്ളൂ. ഭക്ഷണം കഴിക്കാനുള്ള കറി എത്തി അല്ലേ? ഈ വൈകുന്നേരം വെച്ചാൽ പോലെ. എന്നാ അതിന്റെ കൂടെ കിട്ടിയത് സവോള കട്ട് ചെയ്തിരിക്കുന്ന സവോള കട്ട് ചെയ്ത് ചൊറുക്കിയൊക്കെ ഒഴിച്ചിട്ടുള്ളത്. പിന്നെ പച്ചമുളകൊക്കെ ആയിട്ട് അങ്ങനെ പാക്കറ്റിലിട്ടുണ്ട് കേട്ടോ. ബൗളിലേക്ക് ഒരു ബൗളെടുത്ത് ചോറ് ബൗളെടുത്തിട്ട് വൈകിട്ട് പോകും. നീ കഴിക്കൊഞ്ചു തുടച്ചെടുക്കട്ടെ അഞ്ചു. ഇവിടെ നമ്മുടെ ചില്ലി പനീർ അല്ല, ചില്ലി പനീറുള്ളത് ബട്ടർ പനീർ അല്ലേ? ബട്ടർ പനീർ അല്ല, ബട്ടർ പനീർ. അപ്പൊ ഇവിടെ കറിയുണ്ട് ഞങ്ങൾക്ക്, ചില്ലി പൊട്ടറ്റോയും ഉണ്ട്. പിന്നെ ഇതായിട്ട് നമ്മുടെ സവോളയും പച്ചമുളകൊക്കെ 5 മണിക്കും ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഒരു ഇതായി. ഇനി നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഫിഷ് ഫ്രൈ. ഓ അധികമായോ? ലാഭിഷമായല്ലോ. ഫിഷ് ഫ്രൈ വൈകുന്നേരം എടുക്കാൻ നമുക്ക്. പക്ഷെ വേണ്ട, അഞ്ചിന്റെ ഇഷ്ടപ്പെട്ട ഐറ്റമാണ്. അപ്പൊ എന്തായാലും ഞാൻ എന്തായാലും ഫ്ലെയിമൊക്കെ ഓഫാക്കി ഫിഷ് ഫ്രൈ എടുക്കണം. അപ്പം ഞാൻ എന്താ ഫിഷ് ഫ്രൈ എല്ലാം കോരിയെടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് വൈകുന്നേരത്തേക്കൊക്കെ ആയി. അപ്പോൾ 2 നേരത്തേക്കും കൂടെയുള്ള ഫിഷ് ഫ്രൈ ഇതാ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ചോറും റെഡി ആയി കേട്ടോ. ഇവിടെ ചോറും ഇതാ ഇവിടെ ഒറ്റ വിസിലുമ്പോൾ തന്നെ ചോറും റെഡിയായി. ഒരു സ്പൂൺ എടുത്ത് സ്പൂൺ കഴുകിയെടുക്കും.
ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ സൺഡേ ലഞ്ച് എന്തായാലും ആഘോഷമായി ഞങ്ങൾ കഴിക്കാൻ പോവാണ്. അപ്പം ഇനി ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം വിശ്രമിച്ചൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് വൈകുന്നേരത്തിന് വേണ്ട കായ്കറിയൊക്കെ വയ്ക്കണം. ഞങ്ങൾ ലഞ്ച് കഴിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ലഞ്ച് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ലഞ്ച് ഇവിടെ കഴിക്കുന്നു, ചേട്ടൻ ഇവിടെ കഴിക്കുന്നു. എൻ്റെ ഫുഡൊക്കെ ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേഗത്തിൽ ലഞ്ച് കഴിക്കട്ടെ. ഇനി അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് പിന്നെ നല്ല സുഖമായി ഒന്ന് കിടന്ന് ഉറങ്ങി. അപ്പോൾ ഉറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നപ്പോഴേക്കും തന്നെ ചേട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അഞ്ജുവിനുള്ള ചായയും എനിക്കുള്ള ചായയൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ചേട്ടൻ കളിക്കാൻ പോയിരിക്കുകയാണ്, ബാഡ്മിൻ്റൺ കളിക്കാൻ പോയേക്കുക. അപ്പോൾ പിന്നെ ഞാൻ ചായയും കുടിക്കുന്നുണ്ട്. സൈഡിൽ കൂടെ വെണ്ടയ്ക്ക കറി ഉണ്ടാക്കാനുള്ള ഓരോ തയ്യാറെടുപ്പുകൾ ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ കഷ്ണണ്ടി രാവിലെ തന്നെ കുതിരാനായിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. നമുക്ക് നല്ലപോലെ കുതിർന്ന കഷ്ണണ്ടി ഉണ്ടോ വേണ്ടത്, അപ്പോഴേ നമ്മുടെ വെണ്ടയ്ക്ക കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ കറി ഉണ്ടാക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പാൻ ചൂടായപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഓയിൽ മാത്രം മതി. നമുക്ക് വെണ്ടക്കായ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയുള്ള ഓയിലാട്ടോ ഞാനിപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്കായ ഓയിലൊക്കെ ചൂടായപ്പോൾ ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ ഒരു ഒട്ടൽ മാറിക്കിട്ടണം. നമുക്ക് വെണ്ടക്കായമുള്ള ഒരു പശ പോലെയുള്ള ഒരു ഒട്ടലൊന്ന് മാറിക്കിട്ടണം. അത് മാറി കിട്ടുന്നത് വരെ ഞാൻ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ വെണ്ടക്കായ നല്ല റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഫ്രൈ ആയി കഴിഞ്ഞു. അപ്പോൾ ഞാൻ പാനിൽ നിന്ന് വെണ്ടക്കായൊക്കെ കോരി മാറ്റുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് പിന്നെ ഒരു ശകലം ഓയിലുണ്ട്, പക്ഷെ അത് നമുക്ക് തികയില്ലേ നമ്മുടെ ബാക്കി വർക്കുകൾക്ക്. അപ്പോൾ ഞാൻ ഇത്തിരി കൂടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ജീരകം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ജീരകമൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം സബോള കട്ട് ചെയ്ത് വെച്ചത് അതും കൂടി ഇട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു ഹാഫ് ഫ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ കഷ്ണണ്ടി ചെറുതായി കട്ട് ചെയ്ത് വെച്ചതും ഇട്ട് കൊടുത്ത് അതും ചേർത്തൊന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു തക്കാളി കട്ട് ചെയ്തെടുത്തായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് വീണ്ടും ഫ്രൈ ചെയ്യണം. അപ്പോൾ തക്കാളി വേഗത്തിൽ കുക്കായി കിട്ടാനായിട്ട് ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അങ്ങനെ തക്കാളി ഒന്ന് ഫ്രൈ ആയതിനു ശേഷം ഞാൻ ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഈ 4 കൂട്ടങ്ങളാട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് മസാലയുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി ചെറുതായി ഒന്ന് തണുക്കാനായിട്ട് ഞാൻ നീക്കി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാനത് ജാറിലേക്ക് എടുത്തിട്ട് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലും നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ലപോലെ ഇതിനെ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ സെയിം പാൻ ചൂടാക്കി അതിലേക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഹാഫ് സബോള കട്ട് ചെയ്തതും പിന്നെ ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് ഒന്ന് നല്ലപോലെ ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് സബോളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന വെണ്ടക്കായ ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെണ്ടക്കായ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ തൈരാട്ടോ ചേർക്കുന്ന. അധികം പുളിയില്ലാത്ത 2 സ്പൂൺ തൈര് ചേർക്കണം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉടനെ തന്നെ അതിലേക്ക് നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. തൈര് ചേർത്തിട്ട് ഒരുപാട് സമയം പിന്നെ ഇളക്കേണ്ട ആവശ്യമില്ല. പിന്നെ അരപ്പ് ഞാൻ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ജാറൊക്കെ ഒന്ന് നല്ലപോലെ കഴുകി ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഗ്രേവി എത്രത്തോളം വേണം അതിനനുസരിച്ച് നമുക്ക് ജാറൊക്കെ കഴുകി എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം അങ്ങനെ ഞാൻ നമ്മുടെ ആവശ്യത്തിന് വേണ്ട വെള്ളമൊക്കെ ചേർത്ത് ഗ്രേവിനെ സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ കറി നല്ല തിക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കറിയിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കറീനെ കുറച്ച് ആ ഒരു തിക്നെസ് ഒന്ന് കുറയ്ക്കാനായിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ അതിനകത്ത് കിടന്ന് തിളയ്ക്കണം. ആ വെള്ളം കൂടെയൊക്കെ ഒന്ന് തിളച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ നമ്മുടെ കറി ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. പിന്നെ ഈ ഒരു കറി ഒരുപക്ഷെ നിങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കാം. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ അറിയിക്കാൻ ഒട്ടും തന്നെ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒട്ടും തന്നെ മടിക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.